ശരിക്കും ഈ പറയുന്ന സത്യം തന്നെയാണല്ലേ, കുറെ സമയത്ത് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ഉണ്ടാവുന്നു. ഫ്രോസൺ ഷോൾഡർ വരാം, സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ്, കഴുത്തിന്റെ എല്ലുകൾക്ക് തേയ്മാനം വരാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഈ ഗാഡ്ജറ്റ് അമിതമായി യൂസ് ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അപ്പോൾ ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. കാരണം ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫിസിക്കലി ഇനാക്റ്റീവ് ആവണം, പോസ്റ്റർ കോംപ്രമൈസ്ഡ് ആവും, കഴുത്തിന്റെ എല്ലുകൾക്ക് തേയ്മാനം വരാം, ഫ്രോസൺ ഷോൾഡർ വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം, നടുവിന് പ്രശ്നം വരാം. ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് ഗാഡ്ജറ്റ് ഇല്ലാണ്ട് ഫോണില്ലാണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും നടക്കില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുട്ടികളുടെ ആരോഗ്യത്തിനാണെങ്കിലും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ഒരുപാട് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ADHD പോലത്തെ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഗാഡ്ജറ്റ്സ് കൊടുക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും ഞാൻ എൻകറേജ് ചെയ്യായിട്ടുള്ള കുട്ടികളെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് എൻകറേജ് ചെയ്യുക, കളിക്കാൻ വിടുക. കളിക്കാൻ പോകാൻ സമയമില്ലെങ്കിൽ എന്തിനെങ്കിലും കോഴ്സസിന് ചേർക്കുക. അപ്പോൾ മാർഷൽ ആർട്ട് കോഴ്സസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ കിട്ടുന്നത്, അങ്ങനത്തെ കോഴ്സസിന് എന്തിനെങ്കിലും ചേർക്കുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ, ഇനി ഒന്നുമില്ലെങ്കിൽ സ്വിമ്മിങ്ങിന് കൊണ്ടുപോയാൽ മതി. സ്വിമ്മിങ് തന്നെ നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി. നമ്മുടെ ഈ ചില പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്, നല്ല മാട്രസ് അല്ലെങ്കിൽ നല്ല മെത്തയിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നടുവേദന വരില്ല എന്നുള്ളത്. സത്യമാണോ അത്? കുറേയൊക്കെ സത്യം തന്നെയാണ്. അതായത് നമ്മുടെ സ്പൈനിനെ സപ്പോർട്ട് ചെയ്യണ രീതിയിലുള്ള മാട്രസിൽ കിടന്നു കഴിഞ്ഞാൽ കുറേ നല്ലതാണ്. അതേപോലെ പില്ലോ വെക്കുന്ന കാര്യങ്ങൾ, മിക്കവരും പില്ലോ തലയിൽ മാത്രം വെക്കുക, ബാക്ക് ഓഫ് ദ ഹെഡ് പില്ലോ വെക്കുക. പില്ലോ ശരിക്കും കഴുത്തിന്റെ താഴത്ത് ഷോൾഡർ വരെ ഇറക്കി വെക്കുകയാണെങ്കിൽ കഴുത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുമാതിരിയൊക്കെ മാറും. ശരിക്കും അതൊന്നും ആൾക്കാർക്ക് അറിയില്ല. അല്ലെങ്കിൽ പില്ലോ ശരിക്കും ഇറക്കി ഷോൾഡർ വരെ പില്ലോ ഇറക്കി വെക്കുക. നമ്മൾ ഇവിടെയാണ് തലയുടെ ഇവിടെ വെക്കുക, അത് ഇറക്കി നമ്മുടെ തോളിന്റെ അവിടം വരെ പില്ലോ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ കഴുത്തിന് ഒരുപാട് വ്യത്യാസം വരും, കഴുത്തിന്റെ ഹെൽത്തിന് ഒരുപാട് വ്യത്യാസം വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ സ്പൈൻ ഹെൽത്തിന് ഒരുപാട് മെച്ചപ്പെടുത്താൻ പറ്റും. കിടക്കുന്ന മെത്തയ്ക്ക് നമ്മുടെ സ്പൈൻ ഹെൽത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഏകദേശം ഒരു ഐഡിയലി ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ നമ്മൾ ഉറങ്ങണം. ആ കിടക്കുന്ന കംപ്ലീറ്റ് കോണ്ടാക്ട് വരുന്ന ആ സർഫസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മസിൽസിനെയും സ്പൈനിനെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഈ ഫ്രോസൺ ഷോൾഡേഴ്സ്. അതിനുള്ള റെമഡീസ് എന്തൊക്കെയാണ്? ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മുടെ കൈ, ഷോൾഡർ ഒരു പരിധി കൂടുതൽ നമ്മുടെ റേഞ്ച് ഓഫ് മൂവ്മെന്റ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. കൈ പൊക്കാൻ പറ്റില്ല, കൈ പുറകിലേക്ക് ആക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ് ശരിക്കും ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫ്രോസൺ ഷോൾഡറിൽ നമുക്ക് ചെയ്യേണ്ടത് ശരിക്കും ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ധാരകൾ ചെയ്യാറുണ്ട്, ചെറിയ മസാജസ്, മസിൽസ് ടൈറ്റ് ആയിരിക്കും അപ്പോൾ അതിനുള്ള മസാജസ് ചെയ്യാറുണ്ട്, അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ചെയ്യുന്നതാണ് കൈനസിയോളജി ടേപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സയുണ്ട്. അത് ഒരു നമ്മുടെ മസിൽസിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ രീതിയിലൊന്ന് മാറ്റി ബ്ലഡ് സർക്കുലേഷൻ ഇത്തിരി വ്യത്യാസപ്പെടുത്തുന്ന ഒരു ടേപ്പിംഗ് മെത്തേഡാണ്. അപ്പോൾ കൈനസിയോളജി ടേപ്പിങ്ങും കൂടി ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം വരാറുണ്ട് ട്രീറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ. പിന്നെ അതിനുശേഷം ട്രീറ്റ്മെൻറ്റ്സും കൈനസിയോളജി ടേപ്പിങ്ങിൻ്റെ ഒക്കെ കൂടെ തന്നെ എക്സസൈസും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് പേഷ്യൻസിന് ബെനിഫിറ്റ് കിട്ടുക. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കമാണ് നമുക്ക് ഫ്രോസൺ ഷോൾഡറിന് വരാറ്. ഇപ്പം ഭയങ്കര കോമൺ ആണ്. അതായത് ആദ്യമൊക്കെ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്കായിരുന്നു ഫ്രോസൺ ഷോൾഡർ ആദ്യം ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഫോണിൻ്റെ ഉപയോഗം, ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ കൈ അനക്കാതെ വെക്കുന്ന കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ വരുന്നുണ്ട്. ശരിക്കും ഈ പറയുന്ന സത്യം തന്നെയാണല്ലേ, കുറേ സമയത്ത് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോസൺ ഷോൾഡർ വരാം, സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ്, കഴുത്തിന്റെ എല്ലുകൾക്ക് തേയ്മാനം വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. പോസ്റ്റർ കംപ്ലൈന്റ് ആവും, നമ്മുടെ സ്പൈനിന്റെ സ്വാഭാവികമായിട്ടൊരു വളവുണ്ട്, ആ വളവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ ഗാഡ്ജറ്റ് യൂസ് കൂടി കഴിഞ്ഞാൽ. ഈ ഗാഡ്ജറ്റ് അമിതമായി യൂസ് ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അപ്പോൾ ശ്രദ്ധിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. കാരണം ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഗാഡ്ജറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫിസിക്കലി ഇനാക്റ്റീവ് ആവുകയാണ്. നമ്മൾ നടക്കില്ല, നമ്മൾ ചിലപ്പോൾ കിടന്നുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇരുന്നുകൊണ്ടായിരിക്കും, പോസ്റ്റർ കോംപ്രമൈസ്ഡ് ആവും, കഴുത്തിന്റെ എല്ലുകൾക്ക് തേയ്മാനം വരാം, ഫ്രോസൺ ഷോൾഡർ വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാം, നടുവിന് പ്രശ്നം വരാം. അപ്പോൾ ഗാഡ്ജറ്റ് ആവശ്യത്തിന് ഉപയോഗിക്കുക. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് ഗാഡ്ജറ്റ് ഇല്ലാണ്ട്, ഫോണില്ലാണ്ട് നമുക്കൊരു കാര്യങ്ങളും നടക്കില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കുട്ടികളുടെ ആരോഗ്യത്തിനാണെങ്കിലും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഗാഡ്ജറ്റ് കൊടുത്താലും അവർ പല വീഡിയോസ് കാണുകയും അതിലിങ്ങനെ ഇൻവോൾവ് ആയി പോകുന്നൊരു പ്രശ്നമുണ്ട്. അത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ഒരുപാട് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് ADHD പോലത്തെ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഗാഡ്ജറ്റ്സ് കൊടുക്കുമ്പോൾ. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഭയങ്കര ഹെവി ആയിട്ടുള്ള ബാഗൊക്കെ ഷോൾഡറിലിടുമ്പോൾ
എന്തെങ്കിലും ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ടോ? അതിന് ഏർലി ഓൺസെറ്റ് ഡീജനറേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് നേരത്തെ തന്നെ തേയ്മാനം തുടങ്ങാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഈ ഇത്ര ഖാനുള്ള ബാഗ് ഇപ്പം നല്ല ഹെവിയാണ് കുട്ടികളുടെ സ്കൂൾ ബാഗൊക്കെ. അപ്പം നമ്മുടെ പോസ്റ്റർ കോംപ്രമൈസ്ഡ് ആവും. നമുക്കിങ്ങനെ സ്റ്റൂപ്പിംഗ് വരാൻ കാലത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഈ കൂന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കഴുത്തിന്റെ എല്ലുകൾക്ക് തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ കുട്ടികളുടെ സ്പൈൻ ഹെൽത്തിലേക്ക് നെഗറ്റീവ്ലി കോൺട്രിബ്യൂട്ടഡ് ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരിപ്പോഴല്ല അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം, ലോങ് ടേമിലാണ് അറിയുക. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ പോലും സമയമില്ല. പഠിക്കാനുണ്ട്, ട്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവും. ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ പുവറാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇനിയുള്ള കാലത്തിൽ അവരുടെ ഹെൽത്തിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ എൻകറേജ് ചെയ്യായിട്ടുള്ള കുട്ടികളെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് എൻകറേജ് ചെയ്യുക. കളിക്കാൻ വിടുക. കളിക്കാൻ പോകാൻ സമയമില്ലെങ്കിൽ എന്തിനെങ്കിലും കോഴ്സസിന് ചേർക്കുക. അപ്പോൾ മാർഷൽ ആർട്ട് കോഴ്സസ് ഒക്കെ ഒരുപാട് ഇപ്പൊ കിട്ടും. അങ്ങനത്തെ കോഴ്സസിന് എന്തിനെങ്കിലും ചേർക്കുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇനി ഒന്നുമില്ലെങ്കിൽ സ്വിമ്മിങ്ങിന് കൊണ്ടുപോയാൽ മതി. സ്വിമ്മിങ് തന്നെ നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി കുട്ടികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇനി വരാൻ പോണ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ നമുക്കൊരു പരിഹാരം കിട്ടും. മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ലിഗമെന്റ് ടിയർ. അത് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് വന്നു കഴിഞ്ഞാൽ? ലിഗമെന്റ് ടിയർ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്, ACL എന്ന് എല്ലാവർക്കും അറിയുന്ന ACL ടയർ ആണ്. ACL ടയറും PCL ഉണ്ട്. അപ്പൊ ACL ടയറാണ് ഏറ്റവും കൂടുതൽ ഈ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കുന്ന ആൾക്കാർക്ക് കാല് പെട്ടെന്ന് കുത്തുമ്പോൾ വരും. അങ്ങനത്തെ വരുന്ന ACL ടയർ എപ്പോഴും ഒരു നമ്മുടെ മുട്ടിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന കാര്യം. അതായത് മുട്ടിന് ബലം ഉണ്ടാവില്ല, മുട്ട് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസസിൽ കംപ്ലീറ്റ് ACL ടയർ ആണെങ്കിൽ സർജറിയാണ് നല്ലത്. ഫുള്ളായിട്ട് അത് ടയർ ചെയ്ത് വിട്ടുപോയി, ACL അങ്ങ് വിട്ടുപോയി എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറിയാണ് എപ്പോഴും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ചികിത്സകൾ, ആയുർവേദത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സകളുണ്ട്. ചികിത്സകളുടെ കൂടെ തന്നെ ഫിസിയോതെറാപ്പിയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിന് സർജറി വേണ്ടാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഹീലിംഗ് തന്നെ നടക്കും അവിടെ. ഈ ഒരുപാട് ഈ സ്പോർട്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ് പറയുന്നത്, എനിക്ക് സ്പോർട്സിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, എന്റെ ലിഗമെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി എന്നുള്ളത്. അപ്പോൾ ഈ തിരിച്ച് വീണ്ടും ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പഴയ പോലെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ലേ? അതായത് കംപ്ലീറ്റ് ലിഗമെന്റ് ടയർ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് ആണ് ചെയ്യുക, പുതിയൊരു അറ്റാച്ച് ചെയ്യും. അപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ടയർ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യണ കുറച്ച് കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ മസിൽ മാസ് കുറഞ്ഞു പോകും, അതായത് ക്ഷയിച്ചു പോകും മസിൽസ്. അപ്പോൾ ആ മസിൽ മാസ് ക്ഷയിക്കാണ്ടിരിക്കാനുള്ള ചികിത്സകൾ സ്ട്രോങ് ആയിട്ട് ആയുർവേദത്തിലുണ്ട്. അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് റീഹാബിലിറ്റേഷൻ നമ്മളിവിടെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മുട്ട് മാറ്റി വെക്കുന്ന സർജറി കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ, ACL സർജറി കഴിഞ്ഞിട്ടുള്ള റീഹാബിലിറ്റേഷൻ, അങ്ങനെ ഒരുപാട് സർജറി പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു ചികിത്സ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ജോയിൻസിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ കരിയർ പ്രശ്നമാണ്. ഇപ്പൊ ഒരു സർജറി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത്രയും നാളത്തെ ബ്രേക്ക് അവർക്കൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ കരിയറിൽ കോംപ്രമൈസ് വരാത്ത രീതിയിലുള്ള ചികിത്സകൾ നമ്മൾ ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർജറി വേണ്ടാത്ത കേസുകളിൽ മുഴുവൻ ഞങ്ങൾ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളോടും അത്ലീറ്റ്സിനോടും നമ്മൾ പറയാറ്, ട്രീറ്റ്മെന്റ്സ് എടുത്ത് റീഹാബ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലാണ്ട് തിരിച്ച് നിങ്ങളുടെ രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്.